കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ കീഴിലുള്ള യൂട്യൂബ് ചാനലിലൂടെയുള്ള ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശാബത്ത് സ്കൂൾ പാഠം ചിന്തിക്കുവാനായി കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഏർപ്പെടൽ നിയമം 10ാമത്തെ പാഠമായിരുന്നു. ഈ ആഴ്ചയെ നമ്മൾ പഠിക്കുന്നത് 11ാമത്തെ പാഠമാണ്. ഞാൻ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യുവാനുള്ളൂ എന്നുള്ളതായ വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗം തയ്യാറാക്കിയിരിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 18ാം അധ്യായം 37ാം വാക്യം, റോമർക്കെഴുതിയ ലേഖനം 3ാം അധ്യായം അതിൻ്റെ 23 മുതൽ 26 വരെയുള്ളതായ ഭാഗങ്ങൾ, 5ാം അധ്യായം 8ാം വാക്യം, യെശയ്യാ പ്രവചനം 5ാം അധ്യായം 1 മുതൽ 4 വരെ, മത്തായിയുടെ സുവിശേഷം 21ാം അധ്യായം 33 മുതൽ 39 വരെയുള്ളതായ ഭാഗങ്ങൾ, യെശയ്യാ പ്രവചനം 53:4, റോമർക്കെഴുതിയ ലേഖനം 3ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നിന്നാണ് ഈ ആഴ്ചത്തെ പാഠം തയ്യാറാക്കിയിരിക്കുന്നത്. മനപ്പാഠവാക്യം: പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 18ാം അധ്യായം 37ാം വാക്യം. ഒന്നുകൂടെ വായിക്കാം. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് കണ്ണടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ അകൃത്യങ്ങളെ മോചിക്കുകയും ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ കരങ്ങളിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിപ്പാൻ ഏഴകളായ അടിയങ്ങളുടെ കണ്ണുകളെ അവിടുന്ന് തുറക്കുമാറാകണമേ, പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പാഠം പഠിക്കുവാൻ ആയി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ ആത്മാവിനാൽ അവിടുന്ന് വഴി നടത്തണം, അവിടുന്ന് ശക്തീകരിക്കണം. അടിയങ്ങൾക്ക് അങ്ങയുടെ കൃപയാൽ അടിയങ്ങളെ നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. തുടർന്നും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുറവുകളെയൊക്കെയും അങ്ങയുടെ പുത്രൻ്റെ രക്തത്താൽ അകറ്റി വെടിപ്പും വെണ്മയുള്ളവരായി തിരുസന്നിധിയിൽ നിൽപ്പാൻ യോഗ്യരായി തീരുവാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. സകലമാനവും മഹത്വവും പുകഴ്ചയും തിരുമേനിയെടുക്കണം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഗൈഡ് മാഗസിനിൽ ഉൾക്കാഴ്ച നൽകുന്ന കുട്ടികളുടെ ഒരു കഥ അച്ചടിച്ചു വന്നു. ആ കഥയിൽ ഡെന്നീസ് എന്ന് പറയുന്നതായ ഒരു അനാഥ ബാലൻ്റെ കഥയായിരുന്നു. ആ ബാലൻ്റെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ രോഗിയായതിനാൽ ആ ദേശത്തിലെ രാജാവ് അവരെ ഈ കുട്ടിയിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. തന്മൂലം തൻ്റെ ജീവിതത്തിലുടനീളം ആ രാജാവിനോടുള്ള വെറുപ്പ് വളർന്നു വന്നു. എന്നാൽ യഥാർത്ഥ സത്യം കുട്ടി കണ്ടെത്തിയപ്പോൾ രാജാവ് ചെയ്തതായ പ്രവൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ രാജാവിനോടുള്ളതായ വെറുപ്പ് കുഞ്ഞിൽ നിന്ന് അകന്നുപോയി. കാരണം ആ ദേശത്ത് അന്ന്
പടർന്നുകൊണ്ടിരുന്നതായ ഒരു കറുത്ത ബാധയിൽ നിന്ന് രക്ഷിക്കുവാനായിരുന്നു രാജാവിൻ്റെ ശ്രമം. രാജാവ് ആത്മാർത്ഥമായി തൻ്റെ പ്രജകളെ സ്നേഹിക്കുന്നവനായിരുന്നു. തൻ്റെ എല്ലാ പ്രവൃത്തിയിലും പ്രജകളുടെ സംരക്ഷണം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു എന്ന് ആ കഥ പറയുകയുണ്ടായി. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന അനേകായിരങ്ങൾ ഇതുപോലെയാണ്. ഈ ഡെന്നീസിൻ്റെ ചിന്താഗതിയിലൂടെ ജീവിക്കുന്നതായ അനേകായിരങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ വിചാരിക്കുന്നതും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവർ സാക്ഷ്യം വഹിക്കുന്നതുമായ ഓരോ തിന്മയും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തെ വെറുക്കുന്നതിനായി അല്ലെങ്കിൽ ദൈവത്തെ തള്ളിക്കളയുന്നതിനുള്ളതായ ഒരു ബാധയായി നമുക്ക് കാണുവാൻ കഴിയും. അവർ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്, എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഇത്രമാത്രം പ്രതികൂലങ്ങൾ ഉയർന്നു വരുന്നു? ദൈവം സ്നേഹമുള്ളവനാണ്, ദൈവം കരുതുന്നവനാണ്, ദൈവം നമ്മെ സംരക്ഷിക്കുന്നവനാണ് എങ്കിൽ ഇത്രമാത്രം ദുരിതങ്ങൾ എന്തുകൊണ്ട് ഉയർന്നു വരുന്നുവെന്ന് അവർ ചിന്തിക്കുന്നു. ഒരുപക്ഷെ പ്രാപഞ്ചിക പോരാട്ടം എന്ന വിഷയം ഈ ചോദ്യങ്ങൾക്ക് ഒരു വെളിച്ചമേകുന്നു എങ്കിലും തുടർന്നും അനേക ചോദ്യങ്ങൾ അവിടെ ശേഷിക്കുകയാണ്. ഈ ചോദ്യങ്ങൾ ശേഷിച്ചിരിക്കവേ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കാതിരിക്കുന്നതായ ഈ സന്ദർഭത്തിലും പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിലും നമുക്ക് തീർച്ചയായിട്ടും കർത്താവായ യേശുവിലെ ക്രൂശ് നോക്കിക്കൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ആണ് ഈ ആഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. ശനിയാഴ്ചത്തെ ഭാഗത്തേക്ക് കഴിഞ്ഞു. ശനിയാഴ്ചത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി അടുത്ത ഞായറാഴ്ചത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. വിജയി ആയ ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിലൂടെ പലവട്ടം ഊന്നിപ്പറഞ്ഞതായ ഒരു കാര്യമാണ് ലോകത്തിൻ്റെ പ്രഭു എന്ന്. അത് സാത്താനെ വിശേഷിപ്പിച്ചാണ് യേശു പറഞ്ഞതെങ്കിലും സാത്താൻ ഏറ്റവും വലിയ പ്രതിയോഗിയാണ് എങ്കിലും ഈ ലോകത്തിൻ്റെ പ്രഭു യഥാർത്ഥമായി അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ യഥാർത്ഥ അവകാശി കർത്താവായ യേശു ക്രിസ്തുവാണ്. യഥാർത്ഥത്തിൽ സാത്താൻ ഒരു നുഴഞ്ഞ കയറ്റക്കാരനാണ് എന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവനൊരു അപവാദിയാണ് എന്ന തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സാത്താൻ്റെ സകല തന്ത്രങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ജയം വരിച്ചു. ആയതിനാൽ ഈ ഞെരുക്കങ്ങളുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ കർത്താവായ യേശുവിൽ നാം ആശ്രയിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കും ജയം വരിക്കുവാൻ സാധ്യമായി തീരും. ക്രിസ്തുവിനോട് കൂടെ നാം നിൽക്കുകയാണെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഓരോ പ്രവൃത്തിയെ നാം സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാ തവണയും സാത്താൻ പരാജിതനായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി യേശുവിനോട് അടുത്തു. പലവട്ടം കർത്താവിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാതിരിക്കുവാൻ തക്കവണ്ണം തടുക്കുവാൻ പൈശാചികൻ ശ്രമിച്ചു. അവിടെ എല്ലാം പൈശാചികൻ പരാജയമടയുവാൻ കാരണമായി തീർന്നു. തിരുവെഴുത്ത് സാത്താനെ കുറിച്ച് ഈ വണ്ണം ചിത്രീകരിക്കുന്നു. ആദ്യം മുതൽ മുഴു ലോകത്തിൻ്റെയും വഞ്ചകനായിരുന്നു. ആദ്യം മുതൽ മുഴു ലോകത്തിൻ്റെയും വഞ്ചകനായിരുന്നു. നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ആദി മാതാപിതാക്കളെ അവൻ്റെ
വാക്കുകളാൽ കുടുക്കി. അവരുടെ ഹൃദയത്തിൽ ആദ്യം ദൈവത്തിൽ സംശയം ഉദിപ്പിക്കത്തക്ക രീതിയിലുള്ളതായ വാക്കുകൾ അവൻ തുറന്നുവിട്ടു. പ്രലോഭനങ്ങൾ കൊടുത്തു അവരെ വശീകരിച്ചു, അവൻ്റെ വഞ്ചനയിൽ കുടുക്കി എന്നതുകൊണ്ട് അവൻ ആദ്യം മുതൽ മുഴു ലോകത്തെയും വഞ്ചിക്കുന്നു. സ്വർഗത്തിലുള്ള 1/3 ദൂതന്മാരെ അവൻ വഞ്ചിച്ചുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ ഫോഷ്ക്ക് പറഞ്ഞ് 1/3 ദൂതന്മാരെ വഞ്ചിച്ചു എന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യോഹന്നാൻ 3:8 പറയുന്നത്, പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ, അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്നാണ്. അപ്പോൾ പാപം ചെയ്യാത്ത മനുഷ്യരില്ല, അത് നമുക്കറിയാം. ജഡികരായി ജനിച്ചവരെല്ലാം പാപത്തിലാണ് ജനിച്ചത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം പാപം ചെയ്യുവാനുള്ള പ്രേരണാശക്തി നമുക്കുണ്ട്. പക്ഷേ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കണം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. കാരണം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ എന്തു ചെയ്യും? ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകും. അപ്പോൾ പാപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വേണം നാം ജീവിക്കുവാൻ. ഓരോ ദിവസം നാം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തോടുകൂടെ നാം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും പാപം ചെയ്യുവാനുള്ളതായ പ്രേരണ ഇല്ലാതായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കലും ഒരു വേദപണ്ഡിതൻ ഈ വണ്ണം പറയുകയാണ്, അതായത് 10 മിനിറ്റ് നമ്മൾ ദൈവത്തിൻ്റെ തിരുവചനം വായിച്ചാൽ വേദപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ലവണ്ണം ബോധ്യമുള്ളതായ ഒരുവനായി തീരും. അരമണിക്കൂർ വായിച്ചാൽ അവൻ വേദ പണ്ഡിതനായി തീരും. 1 മണിക്കൂർ വായിച്ചാൽ അവനൊരു വിശുദ്ധനായി തീരും എന്ന് പറയുകയുണ്ട്. അപ്പം ദൈവത്തിൻ്റെ വചനം നാം അനുദിനം വായിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും പാപം ചെയ്യുവാനുള്ളതായ പ്രേരണാശക്തി ഇല്ലാതായി തീരും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാനെന്ന് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം പൂർണ്ണമായി ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷം തീർച്ചയായും പാപം ചെയ്യാതെ ജീവിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, യോഹന്നാൻ എഴുതിയ യോഹന്നാൻ്റെ സുവിശേഷം 14:15 വായിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അവൻ നൽകും. അത് പറയുന്നതായ കാര്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ആ കൽപ്പന അനുസരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ നാം പാലിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ കൃപയെ നമുക്ക് നേടിത്തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയെ നമുക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാക്കി തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വേരൂന്നി വളരുകയാണെങ്കിൽ സാത്താൻ്റെ കോട്ടകളെ തകർക്കുവാൻ, അവൻ്റെ മേൽ ജയം കൊള്ളുവാൻ നാം ശക്തരായി തീരും. അതിന് പൂർണ്ണമായി നാം യേശുവിൽ നാം പൂർണ്ണമായി ആശ്രയിക്കണം. അതാണ് നമ്മുടെ ദിനംപ്രതിയുള്ളതായ ജീവിതത്തിൽ നാം ചെയ്തു പോരേണ്ടത്. അല്ലെങ്കിൽ ദുഷ്ടനായ സാത്താൻ നമ്മെ അവൻ്റെ വലയിൽ അകപ്പെടുത്തും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്, ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും കുറ്റം ചുമത്തുന്നതും അപവാദിയുമാണ്. ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അതുപോലെ ദൈവത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും കുറ്റം ചുമത്തുന്ന അപവാദിയാണ്. ചുമത്തുന്നവനും അപവാദിയാണ്. മാത്രമല്ല, നമ്മെക്കുറിച്ചും സാത്താൻ ദൈവത്തിൻ്റെ മുമ്പിൽ എത്തിയും അപവാദവും കുറ്റവും കൊണ്ട് നിറയ്ക്കും. നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ 2-3 ഭാഗങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കണത് എന്താ അറിയാം, നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ലെന്നാ. പക്ഷേ യഥാർത്ഥമായി നമ്മെ വ്യക്തമായിട്ട്
നോക്കിയിരിക്കുന്നതായ, കുറ്റം അല്ലെങ്കിൽ പഴി ചാർത്തുവാൻ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ വാദിച്ചു. യഹൂദയുടെ പുസ്തകം 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരം സംബന്ധിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിച്ചതാണ്. കാരണം അതുപോലെ അപവാദം മോശയെക്കുറിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായി നമ്മെ തന്നെ സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവം പറയും നല്ല സാക്ഷ്യം ഉള്ളവരായി ജീവിക്കണം എന്ന ദൈവം പ്രത്യേകമായി തൻ്റെ തിരുവചനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കണം. നല്ല സാക്ഷ്യം ഉള്ളവരായി ജീവിക്കണം. അല്ലെങ്കിൽ നമ്മെക്കുറിച്ച് പൈശാചൻ അപവാദം പറയും. അത് വളരെ സത്യമാണ്. അപ്പോൾ യോബിനെ കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ പിശാച് അപവാദം പറഞ്ഞു. നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അവന് ധാരാളം സമ്പത്ത് നീ നൽകിയിട്ടില്ലയോ? അതുകൊണ്ടാണ് അവൻ നിന്നെ സേവിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ യോശുവയെക്കുറിച്ച് യോശുവ മുഷിഞ്ഞ വേഷം ധരിച്ചു നിൽക്കുന്നതായ സമയത്ത് യോശുവയെക്കുറിച്ച് അപവാദം പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനിവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ എന്നാ പറഞ്ഞു. അപ്പോൾ സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞാലും നാം ശരിയായ വണ്ണം ദൈവചിന്തയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി നല്ല സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുവീൻ എന്ന് ദൈവം പറയാനായിട്ടുള്ള കാരണം. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ നുഴഞ്ഞു കയറുന്ന പ്രഭുവാണ്. നമുക്കറിയാം സാത്താൻ എങ്ങനെയാണ് ലോകത്തിൻ്റെ പ്രഭുവായി തീർന്നത് എന്ന്. ആദി മാതാപിതാക്കളെ തൻ്റെ വാക്കുകളാൽ കുടുക്കി വഞ്ചനയിൽ അകപ്പെടുത്തി. അന്ന് വരെ ഈ ലോകം ദൈവം ആദാമിനും അവയ്ക്കും അവകാശമായി കൊടുത്തു, അല്ലെങ്കിൽ മനുഷ്യർക്ക് പാർക്കുവാൻ അവകാശമായി കൊടുത്തതായിരുന്നു. ആ ഭൂമി അവരെ പാപത്തിൽ വീഴ്ത്തി ആ ഭൂമി കയ്യേറി, അല്ലെങ്കിൽ നുഴഞ്ഞു കയറ്റക്കാരനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ, അങ്ങനെ യൂദ പട്ടാളത്തെയും മഹാപുരോഹിതന്മാരെയും പരീശന്മാരെയും അയച്ചു സേവകരെയും കൂട്ടിക്കൊണ്ട് തീപ്പട്ടി പന്തങ്ങളുമായി ആയുധങ്ങളുമായി അവിടെ വന്നു. യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞു പുറത്തു ചെന്ന്, നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് അവരോട് ചോദിച്ചു. നസ്രായനായ യേശുവിനെ എന്ന് അവർ ഉത്തരം പറഞ്ഞപ്പോൾ, അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദായും അവരോട് കൂടെ നിന്നിരുന്നു. ഞാൻ തന്നെ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇതിനെ ഒറ്റ കൊടുക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുവാൻ തക്കോണം യൂദ പരീശന്മാരുമായിട്ട് കടന്നു വരിക, പട്ടാള മേധാവികളുമായിട്ട് കടന്നു വരികയാണ്. നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കാൻ ശരിയായിട്ട് വാസ്തവത്തിൽ വിശ്വാസത്തോടെ ജീവിക്കുവാൻ മനസ്സ് വെച്ച എല്ലാവർക്കും കഷ്ടപ്പാടുണ്ട്. അതാണ് നമുക്കിവിടെ കാണുവാൻ. യേശു ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനും വന്നാണ്. യേശുവിനെ എങ്ങനെ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ യേശുവിനെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് പിശാച് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും പൈശാചികൻ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണുന്നത്. യേശു സ്വയമായി യേശുവിനെ സമർപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഈ ഓരോ കാര്യങ്ങളും ചിത്രീകരിക്കുന്നത് പൈശാചികൻ മഹാവഞ്ചകനാണ്, അപവാദിയാണ് എന്ന്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിൻ്റെ മുമ്പാകെ കുറ്റം ചുമത്തുന്നവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൻ്റെ ഒരു നുഴഞ്ഞു കയറ്റക്കാരനാണ് എന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ഓരോ പരീക്ഷ കർത്താവ് നേരിടും തോറും പൈശാചിൻ്റെ മേൽക്കുമേൽ ജയം പ്രാപിക്കുകയാണ് കർത്താവ് ചെയ്തത്. അതുപോലെ ക്രിസ്തുവിൽ ആശ്രയിച്ച്
നാം മേൽക്കുമേൽ ജയം പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ലോകത്തിൽ വന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം വാക്യം. കർത്താവ് സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ ലോകത്തിൽ വന്നു. പീലാത്തോസിന് മുമ്പിൽ നല്ല സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും യേശുവിൽ ആശ്രയിച്ച് നല്ല സാക്ഷികളായി, സത്യത്തിന് സാക്ഷികളായി തീരണം. നാം അറിയുന്ന നമ്മുടെ ചുറ്റുപാടുകൾ, നാം പോകുന്ന ഇടങ്ങളിലൊക്കെ നാം ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു പുസ്തകമെങ്കിലും, ഒരു ലഘുലേഖയെങ്കിലും നമ്മൾ കൊടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിപ്പൊന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലിരിക്കുന്നതായി ഈ പുസ്തകം വളരെയേറെ പ്രയോജനം ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു സാത്താൻ്റെ സകല വഞ്ചനകളെയും അപവാദങ്ങളെയും അഴിക്കുവാൻ തക്കവണ്ണമാണ് ക്രൂശിൽ ഏറിയത്. ക്രൂശിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ നീതിയെയും സ്നേഹത്തെയും കുറിച്ചാണ്. അത് തുറന്നു വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പിശാചിന്മേൽ വിജയം പ്രാപിച്ചു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവ് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നതോടെ സാത്താൻ്റെ സകലവിധ തന്ത്രങ്ങളും അവൻ്റെ കോട്ടകളും അവൻ്റെ രാജ്യവും തകർന്നടിഞ്ഞു വീണു. ഇനി അവന് ജീവിതത്തിൽ യാതൊരു രക്ഷയില്ലാത്തതായ ഒരു രീതിയിൽ ആയിത്തീർന്നു. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം ഈ വണ്ണം പറയുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം വായിക്കുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. ആകയാൽ സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പീൻ. ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടു കൂടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കും. സാത്താൻ മഹാക്രോധത്തോടു കൂടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ഈ വണ്ണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 പത്രോസിന് എഴുതിയ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുമ്പോൾ, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ആവശ്യമാണ്. ആരെ വിഴുങ്ങേണ്ടു എന്ന് ഭാവിച്ചുകൊണ്ട് ഊടാടി സഞ്ചരിക്കുന്നു എന്ന അപ്പോസ്തലനായ പത്രോസ് നമ്മെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഈ ഒരു കാര്യമാണ് ദൈവം നമ്മോട് പറയുന്നത്. നമ്മുടെ സകല ചിന്താകുലവും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ കഷ്ടതകളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക, ഉണർന്നിരിക്കുക, ജാഗ്രതയുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. സാത്താൻ അറിയാം തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന്. ഈ അല്പകാലം കഴിഞ്ഞ ശേഷം കർത്താവ് തൻ്റെ രാജ്യം യഥാസ്ഥാനപ്പെടുത്തും. അതോടുകൂടെ സാത്താൻ്റെ സകല രാജ്യങ്ങളും സാത്താൻ്റെ രാജ്യം അസ്തമിക്കും എന്ന് പൂർണ്ണമായി സാത്താൻ അറിയാം. അപ്പോൾ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ സാത്താൻ എന്ത് ചെയ്യും? ശക്തിയോടെ പ്രവർത്തിക്കും. നാമും ദൈവഭയത്തോടുകൂടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടുകൂടെ ജീവിച്ചില്ല എങ്കിൽ നാം കുടുങ്ങിപ്പോകും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്നു. വൻ പോരാട്ടം പഠിക്കുമ്പോൾ അതിൻ്റെ അന്തിമ ജയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. പൈശാചികൻ തകർന്നു പോകും. അതുകൊണ്ട് നാം എല്ലായ്പ്പോഴും ദൈവിക ചിന്തയുള്ളവരായി പ്രാർത്ഥനയുള്ളവരായി നാം ജീവിക്കണം. ദൈവത്തിൻ്റെ കൂടെയായി തീരുവാൻ,
ദൈവം ഒരുക്കുന്നതായ ആ സ്വർഗത്തിന് യോഗ്യരായ ഫലം കായ്ക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് നീങ്ങാം എന്ന് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. തിങ്കളാഴ്ചത്തെ പാഠം നീതിമാനും നീതീകരിക്കുന്നവനും എന്നുള്ളതായ ഭാഗമാണ്. ഓരോ കാര്യത്തിലും ക്രിസ്തുവിൻ്റെ പ്രവൃത്തി പിശാചിൻ്റെ പ്രവൃത്തിയെ ഇല്ലായ്മ ചെയ്യുവത്തക്ക രീതിയിലായിരുന്നു. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 3-ാം അധ്യായം 8 അനുസരിച്ച് പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നശിപ്പിക്കുക കൂടിയാണ്. നാം ഓരോരുത്തരും മരണത്തിനായിട്ട് ഉള്ളവരായിരുന്നു. പാപത്തിൽ നിബന്ധിച്ച പാപത്തിൻ്റെ ചേറ്റുകുഴയിൽ മുങ്ങിത്താന്നുകൊണ്ടിരുന്നതായ നമ്മെ ഓരോരുത്തരെയും കർത്താവ് തൻ്റെ മരണം മൂലം കാൽവറിയിൽ ചൊരിഞ്ഞതായ രക്തം മൂലം വിലയ്ക്ക് വാങ്ങി സാത്താൻ്റെ സകലവിധമായ പ്രവൃത്തിയെയും അഴിപ്പാൻ തക്കവണ്ണം യോഗ്യനായി തീർന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കൈകളിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അന്ന് വരെ പിശാച് ദൈവത്തെക്കുറിച്ച് പറഞ്ഞതായ ഓരോ അപവാദങ്ങളും ഓരോ കുറ്റങ്ങളും ദൈവം നീതിയുള്ളവനല്ല, സ്നേഹമുള്ളവനല്ല, കരുണയുള്ളവനല്ല എന്ന് പറഞ്ഞതായ ഓരോ അപവാദങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തോടുകൂടെ ഒന്നൊന്നായി അഴിയപ്പെട്ടു, ഒന്നൊന്നായി തകർക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സാത്താനെ തകർക്കുന്ന 2 ഘട്ടമായിട്ടാണെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത് കർത്താവായ യേശുവിൻ്റെ ക്രൂശിൻ്റെ പ്രവൃത്തി, ക്രൂശിലുള്ളതായ പ്രവൃത്തി, ദൈവത്തെക്കുറിച്ചുള്ളതായ എല്ലാ അപവാദങ്ങളും ആദ്യമായി ആരോപണങ്ങൾ തെറ്റാണെന്ന് കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം തെളിയിച്ചു. 2ാം ഘട്ടത്തിൽ കർത്താവ് രാജാവായി വരുന്നതായ സമയത്ത് അവനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കും. അങ്ങനെ 2 ഘട്ടമായിട്ടാണ് സാത്താനെ പരാജയപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പരാജയപ്പെടുത്തുന്നതെന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ളതായ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ എല്ലാവരും പാപം ചെയ്തു. അപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാവരും പാപം ചെയ്തു എന്ന ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. ആദാമ്യ പാപം സകലരുടെ ഇടയിൽ പകർന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പരന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് ഏക മാർഗം ക്രിസ്തു മാത്രമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കയാൽ നിങ്ങൾ ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകും. 23-ാം വാക്യം വായിക്കുമ്പോൾ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ ആകുന്നു. അപ്പോൾ കർത്താവായ യേശുവിൽ നാം പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശുവിൻ്റെ രക്താൽ കഴുകി കളയും. വിശുദ്ധീകരണവും നീതീകരണവും പ്രാപിപ്പാൻ നമ്മൾ പ്രാപ്തരായി തീരും. ഇവിടെ വായിക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ്സില്ലാത്തവരായി തീരുന്നു. അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പുറമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതിയിരിക്കുന്നവനോ ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്
കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായ ആണ് നീതീകരണം പ്രാപിക്കേണ്ടത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. സൗജന്യമായി നമുക്ക് നീതീകരണം. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു എന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സാത്താൻ പറഞ്ഞു ദൈവം സ്നേഹം ഇല്ലാത്തവനാണ്, ദൈവം നമ്മോട് കരുണ കാണിക്കാത്തവനാണ്, ദൈവം സ്വാർത്ഥനാണ് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പ്രവൃത്തിയെ അഴിപ്പാൻ തക്കോണം കർത്താവ് കാൽവരി ക്രൂശിൽ തൂങ്ങിയപ്പോൾ, രക്തം ചൊരിഞ്ഞപ്പോൾ ലോകം മനസ്സിലാക്കി ദൈവം സ്നേഹമുള്ളവനാണ്. കാരണം നാം മരിക്കേണ്ടതായ സ്ഥാനത്ത്, നമ്മുടെ രക്തം ചൊരിയപ്പെടേണ്ടതായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി കർത്താവ് കാൽവറിയിൽ തൻ്റെ രക്തം ചൊരിഞ്ഞു. കാരണം ദൈവം നമ്മോട് സ്നേഹം ഉള്ളവനായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ടത് എന്ന് ലോകം മാത്രമല്ല, പാപത്തിൽ വീണുപോകാത്തതായ ദൂതന്മാരും അതറിഞ്ഞു. അത് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അപ്പോൾ ഇത്ര ആൾക്കാരുടെ ഈ സമൂഹത്തിന് മുമ്പിൽ അപവാദിയായ സാത്താൻ ഒരു കൊലയാളിയാണ്, അല്ലെങ്കിൽ കൊലപാതകനാണ് എന്ന് വ്യക്തമായി. അത് മാത്രമല്ല, സാത്താന് മനസ്സിലായി തനിക്കിനി അല്പകാലമേ ഉള്ളൂ. തൻ്റെ സകലവിധമായ പോഷ്കും അല്ലെങ്കിൽ കള്ളത്തരങ്ങളെല്ലാം ലോകയുടെ മുമ്പിൽ പൊളിഞ്ഞു എന്ന് അവിടെ അവനെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ ആത്മാർത്ഥമായി ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കും. പക്ഷേ അതും പരാജയത്തിലേക്ക് കലാശിക്കുമെന്ന് നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ മരണത്തിന് ശേഷം അവൻ്റെ കപടവേഷം മുഴുവനും അഴിഞ്ഞുവെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവം മുൻകാലങ്ങളിൽ ചെയ്തതായ വാഗ്ദത്തങ്ങളുടെ ഒരു നിവൃത്തിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലായ്പ്പോഴും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നല്ല കാര്യം മാത്രമേ ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ മാനവർക്ക് വേണ്ടി ദൈവം നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ചൊവ്വാഴ്ചത്തെ പാഠം എൻ്റെ പ്രിയതമൻ്റെ ഗാനം. ഈ ഒരു ഭാഗത്ത് പ്രാപഞ്ചിക പോരാട്ടത്തിൽ ദൈവം തൻ്റെ നീതിയും സ്നേഹവും വിസ്മയകരമായ രീതിയിൽ പ്രകടമാക്കിയിരിക്കുന്നു. യശയാപ്രവചനം 5:1 മുതൽ 4 വരെ നാം വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയാത്രേ. ആകെ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരി തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്തു ചെയ്യുവാനുള്ളൂ? മുന്തിരിക കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? അപ്പോൾ ഇവിടെ ഈ ഭാഗം പറയുന്നത്, അവിടെ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. മുന്തിരിത്തോട്ടത്തിൽ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിക കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുന്നത് നാറുന്ന പഴങ്ങളെന്ന് ഈ ഒരു ഭാഗത്തെ എബ്രായ പദത്തെ പരിഭാഷപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ചീത്ത മുന്തിരിങ്ങ, അഴുക്ക് മുന്തിരിങ്ങ അവിടെ കായ്ച്ചു എന്ന് പറയുന്നു. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നല്ലതാണ് ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത്
ദുഷ്ടഫലം പുറപ്പെടുവിക്കുന്നു എന്ന് ഇവിടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നന്മ ദൈവം പ്രതീക്ഷിച്ചെടുത്ത തിന്മയാണ് ഉയർന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ ദൈവമാണ്. മുന്തിരിത്തോട്ടം ദൈവത്തിൻ്റെ ജനത്തെ സൂചിപ്പിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. അപ്പോൾ ദൈവജനവും ദൈവവും തമ്മിലുള്ളതായ ബന്ധത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നല്ല ഫലം കായ്ക്കുവാൻ തക്കവണ്ണമാണ്. ചില സന്ദർഭങ്ങളിൽ നല്ല ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യില്ല? നല്ല ഫലം പുറപ്പെടുവിക്കില്ല. പലപ്പോഴും ചീത്ത ഫലമാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ദൈവിക സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതുപോലുള്ളതായ സാഹചര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. നല്ല ഫലം പുറപ്പെടുവിക്കുന്നത് പകരം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഇവിടെ ദൈവം വർണ്ണിക്കുകയാണ്. ഇത് തന്നെയായിരിക്കും നമ്മെക്കുറിച്ച് ദൈവം ചിലപ്പോൾ വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ വർണ്ണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഇരുട്ടിൻ്റെ പ്രവൃത്തിയെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ച് ഉണർവുള്ളവരായി ദൈവത്തിന് വേണ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് തീരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ദൈവത്തിന് വേറെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. നല്ലത് പുറപ്പെടുവിക്കുവാനായിട്ട് നട്ടവർ ചീത്ത ഫലം കായ്ക്കുമ്പോൾ ദൈവത്തിന് വേറെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം കാൽവറി ക്രൂശിൽ ദൈവം നമുക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞു. നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ള വാതിൽ തുറന്നു. ആ നിത്യജീവൻ അവകാശമാക്കുവാൻ നാം ആണ് യേശുവിൽ വിശ്വസിക്കേണ്ടത്. ബൈബിൾ വചനം പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവൻ ഏവരും നശിച്ചു പോകയില്ല എന്നാ പറയുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നാം പൂർണ്ണമായി ആശ്രയിച്ച് യേശുവിൽ നമ്മുടെ വിശ്വാസം അർപ്പിച്ചെങ്കിൽ മാത്രമേ നിത്യജീവൻ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ നമുക്കിവിടെ കാണുവാൻ കഴിയും. അവിടെ കർത്താവ് പറയുന്നത് ഉപമ മുന്തിരിത്തോട്ടം കുടിയാന്മാരെ പാട്ടത്തിനേൽപ്പിച്ചു എന്നാണ്. അപ്പോൾ മുന്തിരിങ്ങയുടെ ശേഖരത്തിൻ്റെ സമയമായപ്പോൾ ഈ മുന്തിരിത്തോട്ടം കുടിയാന്മാരെ ഏൽപ്പിച്ച് യജമാനൻ പരദേശത്തേക്ക് പോയെന്നാണ്. ബുധനാഴ്ചത്തെ പാഠം ക്രിസ്തുവിൻ്റെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമ മത്തായി സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോഴാണ് നമ്മൾ ഈ ഉപമ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് യേശുക്രിസ്തു ഈ യെശയ്യാ പ്രവചനത്തെ 5-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നത്, ആദ്യ ഭാഗത്ത് തന്നെ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനെ വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ട് മുന്തിരിത്തോട്ടം കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഫലം ശേഖരിക്കുവാനുള്ളതായ സമയം വന്നപ്പോൾ തൻ്റെ ദാസന്മാരെ വിട്ടു. എന്നാൽ ദാസന്മാരെ എല്ലാം കുടിയാന്മാരെന്ത് ചെയ്തു? അവരെ കൊന്നുകളഞ്ഞു. അവസാനം തൻ്റെ മകനെ തന്നെ വിട്ടു, മകനെയും കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവസാനം എന്തു ചെയ്യും? ഈ ഗൃഹസ്ഥൻ വന്ന് കുടിയാന്മാരെ എല്ലാം എന്തു ചെയ്യും? നശിപ്പിച്ചു കളയും എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. അല്ലെങ്കിൽ അവൻ്റെ അവകാശം വീണ്ടും തിരിച്ചു പിടിക്കും എന്ന് നമുക്ക് കാണാൻ. ഇത് ഇന്ന് കാണുന്നതായ ലോകത്തിൻ്റെ ഒരു സദൃശ്യമാണ്. അപ്പോൾ പൈശാചികനെ ദൈവം അവസാനമായി തകർക്കും. പൈശാചികൻ്റെ കൂടെയുള്ള എല്ലാവരെയും ദൈവം എന്ത് ചെയ്യും? അവസാനമായിട്ട് നശിപ്പിച്ച് കളയുന്നതായ ഒരു സൂചനയാണ് നമുക്കിവിടെ കാണുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. ആ ക്രൂശിലെ മരണം അവിടെ മേലുള്ളതായ ജയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്തിമമായിട്ട് ദൈവം സാത്താനെയും അവനോട് കൂടെ നിൽക്കുന്ന അവൻ്റെ രാജ്യത്തെയും നശിപ്പിക്കുമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു യഥാർത്ഥമായിട്ട് കാൽവറിയിൽ നമുക്ക് വേണ്ടിയാണ് യാതന അനുഭവിച്ചത്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ
53 അധ്യായത്തിൻ്റെ 4 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ വണ്ണം പറയുന്നു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മുടെ രോഗങ്ങളും നമ്മുടെ വേദനകളുമാണ് കർത്താവായ യേശു ക്രിസ്തു ചുമന്നത് എന്ന് പറയുന്നു. കാരണം നാം പാപികളായിരുന്നു. നാം പാപികളായിരിക്കുമ്പോൾ പലവിധമായ രോഗങ്ങൾക്ക് നാം പലവിധമായ രോഗങ്ങൾ നമ്മളിൽ ബാധിച്ചിരിക്കും. പാപത്തിൻ്റെ ഫലമാണ് അനേക രോഗങ്ങൾക്ക് കാരണമായി തീർന്നത്. അതുകൊണ്ട് പലവിധമായ രോഗങ്ങൾ നാം ബാധിച്ചിരിക്കും. അപ്പോൾ നാം അനുഭവിക്കുന്ന വേദന, നാം അനുഭവിക്കുന്നതായ കഷ്ടത കാൽവറിയിൽ നമുക്ക് വേണ്ടി യേശു ചുമന്നു. കാരണം നാം മരിക്കേണ്ടതായ സ്ഥാനത്താണ് യേശു മരിച്ചത് എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു. അങ്ങനെ അവൻ നമ്മുടെ പാപങ്ങളുമായി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. എന്നേക്കുമുള്ളതായ ഒരു വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിച്ചു. എന്ന് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവനാമത്തിൻ്റെ നിർദോഷീകരണം. അവസാനമായിട്ട് എല്ലാവിധത്തിലും ദൈവനാമം ന്യായീകരിക്കപ്പെടും. രക്ഷാപദ്ധതിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പങ്ക് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം സമ്പൂർണമായി സ്നേഹമുള്ളവനാണ്, നീതിയുള്ളവനാണ് എന്ന് പൂർണ്ണമായി വെളിപ്പെട്ട് വരുന്നതായ ഒരു സന്ദർഭമായിരിക്കും അവസാനമായിട്ട് ന്യായവിധിയുടെ സമയം വെളിപ്പെട്ട് വരുന്നത്. വെളിപ്പാട് പുസ്തകം 15 അധ്യായം 3 വാക്യം 19 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഈ പ്രകാരം കാണുവാൻ കഴിയും. ഒരു വാക്യം വായിക്കാം. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിൻ്റെ പാട്ടും പാടി ചൊല്ലിയത്, സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ, സർവ്വജാതികളുടെയും രാജാവെ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും. നീയല്ലോ ഏക പരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. അവിടെ അവസാനമായിട്ട് ദൈവം നീതിമാനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാ നാവും വിളിച്ചു പറയും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് അന്തിമമായിട്ട് എല്ലാവർക്കും അത് വെളിപ്പെട്ട് വരും. അവസാനത്തിൽ ക്രൂശിലെ മുഴുവൻ രക്ഷാപദ്ധതിയുടെയും ദൈവം ന്യായീകരിക്കപ്പെടുന്നു. പുനരാഗമനത്തിന് മുമ്പുള്ള ന്യായവിധിയും അല്ലെങ്കിൽ പുനരാഗമനത്തിന് ശേഷമുള്ള ന്യായവിധിയും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വെളിപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീതിമാന്മാർ ദൂതന്മാരെ ന്യായം വിധിക്കുമെന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം നാം മനസ്സിലാക്കുമ്പോൾ പുനരാഗമനത്തിന് മുമ്പുള്ളതായ ന്യായവിധിക്ക് ശേഷം കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധന്മാരെ ചേർത്തുകൊള്ളും. ആ വിശുദ്ധന്മാരാണ് ദൂതന്മാരെ വിധിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ നീതി ലോകം വ്യാപകമായി വെളിപ്പെട്ടു വരുമ്പോൾ സകല മുഴങ്കാലം ദൈവത്തിൻ്റെ മുമ്പാകെ മടങ്ങും. എല്ലാ നാവും ദൈവം നീതിമാനാണ് എന്ന് വിളിച്ചു പറയുന്നതായ സമ്മതിക്കുന്നതായ ഒരു നാഴിക വേഗം വരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അത് സ്പഷ്ടമായിട്ട് വെളിച്ചമൂതുന്നു. വെള്ളിയാഴ്ചത്തിലെ ഭാഗങ്ങൾ നാം കടന്നു വരുമ്പോൾ കൂടുതൽ പഠനത്തിന് ദൈവിക പരിപാലനത്തിന് നമ്മെ ആശയക്കുഴപ്പത്തിലാക്കിയവയെല്ലാം വരുവാനിരിക്കുന്ന ലോകത്തിൽ വെളിപ്പെടും. മനസ്സിലാക്കുവാൻ പ്രയാസമായിരുന്നത്, നമുക്ക് ലഭിക്കാതെ പോയതായ ഉത്തരങ്ങൾ, നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരുടെ പ്രയാസം, നമ്മുടെ ഉള്ളിലിരിക്കുന്നതായ അവസരങ്ങളിലൊക്കെ നമുക്ക് അറിയുവാൻ കഴിയാത്തതായ പല കാര്യങ്ങളും പുതിയ യെരൂശലേമിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ അതിന് വെളിച്ചം വീശും, അതിന് ഉത്തരം നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ നാം ജീവിച്ചാൽ ദൈവം ഒരുക്കുന്നതായ ആ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ യോഗ്യരായി തീരുവാൻ നമുക്ക് കഴിയും. ചില താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവിൻ്റെ വരവ്
നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ചുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ സകലത്തെയും നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നിങ്ങളോ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിനായി നാം ഓരോരുത്തരും കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ എത്ര ഭക്തിയുള്ളവരായിരിക്കണം, എത്ര വിശുദ്ധിയുള്ളവരായിരിക്കണം, അത് നാം മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായി അനുസരണമുള്ളവരായി, ദൈവവചനം അനുസരിച്ച് പ്രാർത്ഥനയുള്ളവരായി നമുക്ക് ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കണം. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണം. ഈ വചനഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവുള്ളവരായി, ശക്തിയുള്ളവരായി ഞങ്ങൾ ജീവിപ്പാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പൈശാചികൻ്റെ സകല കോട്ടകളെയും തകർക്കുവാൻ, അവൻ്റെ മേൽ ജയം നൽകുവാൻ കർത്താവ് ഞങ്ങളെ ശക്തീകരിക്കണം. അവിടുത്തെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.